ഹലോ ഫ്രണ്ട്സ്, ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്നീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ അവസരം വന്നിരിക്കുകയാണ്. ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. കേരള സർക്കാർ സ്റ്റാർട്ടപ്പ് മിഷന് കീഴിൽ ഫെലോഷിപ്പ് നിയമനങ്ങൾക്ക് അപേക്ഷ വിളിച്ചു. മേക്കർ എക്കോസിസ്റ്റം ഫെലോഷിപ്പ് തസ്തികയിലേക്കാണ് ഇപ്പോൾ നിയമനം നടക്കുക. നിലവിൽ ഒഴിവുകൾ തീർച്ചപ്പെടുത്തിയിട്ടില്ല. വിവിധ കേന്ദ്രങ്ങളിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട്. താല്പര്യമുള്ളവർ സ്റ്റാർട്ടപ്പ് മിഷൻ വെബ്സൈറ്റ് വഴി ഏപ്രിൽ 15 വരെ അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു ജോബിൻ്റെ വേക്കൻസീസും പോസ്റ്റ് ഡീറ്റെയിൽസും നോക്കാം. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഫെലോഷിപ്പ് മേക്കർ എക്കോസിസ്റ്റം റിക്രൂട്ട്മെൻറ്റ്. കേരളത്തിലുടനീളം നിരവധി ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ഒരു ജോബിലേക്ക് തിരഞ്ഞെടുക്കുന്നവർക്കായി പ്രതിമാസം 15,000 രൂപ ശമ്പളമായി ലഭിക്കുന്നതാണ്. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നത് 28 വയസ്സ് വരെയാണ്. 28 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജനുവരി 1 അടിസ്ഥാനമാക്കി ഏജ് കണക്കാക്കുന്നതാണ്. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്നത് ഏതെങ്കിലും ഒരു സ്ട്രീമിൽ BTech യോഗ്യത വേണം. അതേപോലെ തന്നെ 3D പ്രിൻറ്റിംഗ്, ഇലക്ട്രോണിക്സ്, പ്രോഗ്രാമിംഗ്, ഡിജിറ്റൽ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനും അറിയണം. സ്വന്തമായി 2 വീലറും ഉണ്ടായിരിക്കണം. ഈ ഒരു ജോബിലേക്ക് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക എന്ന് നോക്കാം. ഉദ്യോഗാർത്ഥികൾ എഴുത്തു പരീക്ഷ, ഇൻ്റർവ്യൂ, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്നീ ഘട്ടങ്ങൾ കടന്നിട്ടാണ് ഈ ഒരു ജോബിലേക്ക് സെലക്റ്റഡ് ആവുക. ഈ ഒരു ജോബിലേക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായിട്ട് ഏപ്രിൽ 15 അപേക്ഷ നൽകണം. ഈ ഒരു ജോബിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. ഈ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു ജോബിലേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലും ആർക്കെങ്കിലും ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറയുക. താങ്ക്